ഹായ് ഓൾ, എൻഎസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം കറൻ്റ്ലി RRBയുടെ ഭാഗത്ത് നിന്ന് ഒരു സർക്കുലർ റിലീസ് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂ വീക്സ് ബാക്ക് നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. RRBയുടെ തന്നെ മറ്റൊരു സർക്കുലർ ഇറങ്ങി. ദാറ്റ് മീൻസ് ഒരു 10,000+ എഞ്ചിനീയർ വേക്കൻസീസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് അവർക്കുണ്ട് എന്ന് പറഞ്ഞൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി നമ്മളതിൻ്റെ സെഷനൊക്കെ ചെയ്തതാണ്. സോ റീസെൻ്റ്ലി RRBയുടെ തന്നെ JEE റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എമംഗ് 35 കാറ്റഗറീസ് 2570 വേക്കൻസീസ് ആണ് കറൻ്റ്ലി RRB ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ജൂനിയർ റേഞ്ചർ DMS CMA എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് കെമിക്കൽ ആൻഡ് മെറ്റലർജി അസിസ്റ്റൻറ്റ് ആൻഡ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുന്ന കാറ്റഗറീസ് ഉൾപ്പെടുത്തിക്കൊണ്ട് 2570 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ഹ്യൂജ് വേക്കൻസിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം ഓൾറെഡി പറഞ്ഞതാണ്, സെക്ഷൻ എഞ്ചിനീയേഴ്സിൻ്റെ ലാക്കുണ്ട്, ജൂനിയർ എഞ്ചിനീയേഴ്സിൻ്റെ ലാക്കുണ്ടെന്നൊക്കെ ഓൾറെഡി RRB ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് മേ ബി എല്ലാ വർഷവും വിളിക്കാൻ വേണ്ടി ആയിരിക്കാം നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 2570 വേക്കൻസീസ് ആണ് നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ കാൻഡിഡേറ്റ്സിന് എല്ലാം ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ കാണും. കാരണം ലാസ്റ്റ് ഇയർ 2024 7,900 നിയർലി 8,000 വേക്കൻസീസ് RRB പറഞ്ഞതിൽ നിന്ന് നേരെ 1/4 വന്നിരിക്കുകയാണ്. 2,500 വേക്കൻസീസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ എല്ലാ വർഷവും ഇനി 26 27 റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയാകാം ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് RRB കുറച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം 2,750 എങ്കിൽ പോലും നിങ്ങൾ ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ കാഴ്ച വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന JEE എന്ന് പറയുന്നത്. ബട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ട് സിലബസ് വൈസ് നിങ്ങളുടെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 2570 എന്ന് പറയുന്ന നമ്പറിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ നമ്മൾ ഈ ഒരു വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 35 കാറ്റഗറീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, സിവിൽ വരുന്നുണ്ട്, സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെട്ടിട്ടാണ് ഈ പറയുന്ന എൻറ്റയർ JEEയുടെ വേക്കൻസീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ നമുക്ക് കാണാം എല്ലാം കൂടെ 2570 ആണ് ടോട്ടൽ വേക്കൻസീസ്. ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് ഷീറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലിൽ ഓൾറെഡി ഡിഫറെൻ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിലെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴേക്കും 14, ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ 14, പ്രൊഡക്ഷൻ യൂണിറ്റിൽ 45 ആൻഡ് വർക്ക്ഷോപ്പിൽ 29. ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ ആൻഡ് വർക്ക്ഷോപ്പ് ഇത്രയും 3 ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഓൾമോസ്റ്റ് 60-70 ഒരു 100-നടുത്ത് വേക്കൻസീസ് ഇലക്ട്രിക്കൽ JEEക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് EMU ആൻഡ് TRS എന്ന് പറയുന്ന വിങ്ങിൽ ഓൾമോസ്റ്റ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൾമോസ്റ്റ് 180 അല്ലെങ്കിൽ 190 വേക്കൻസീസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എല്ലാം കൂടെ കൂട്ടി ഒരു 300 വേക്കൻസീസ് ഇലക്ട്രിക്കൽ JEEക്ക് വേണ്ടി മാത്രം, ഇൻക്ലൂഡിങ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, വർക്ക്ഷോപ്പ് EMU ആൻഡ് TRS എന്ന് പറയുന്ന ഇത്രയും ഒരു 5 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 300 വേക്കൻസീസ് ആണ് ഇലക്ട്രിക്കൽ വിങ്ങിന് വേണ്ടി മാത്രം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ വരുന്നത് JEE സിവിലാണ് വരുന്നത്. സിവിൽ ബ്രിഡ്ജ് ആൻഡ് PWay എന്ന് പറയുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട് ഓൾമോസ്റ്റ് 460 വേക്കൻസീസ് 460 വേക്കൻസീസ് ആണ് സിവിൽ എന്ന് പറയുന്ന വിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്രോയിങ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്. സിവിലിൻ്റെ തന്നെ ഡ്രോയിങ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഓൾമോസ്റ്റ് 113 വേക്കൻസീസ്. ദാറ്റ് മീൻസ് സിവിലിന് വേണ്ടി മാത്രം ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത് 600-നടുത്ത് സിവിലിന് വേണ്ടി മാത്രമുള്ള വേക്കൻസീസ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് JEEക്ക് വരുന്നത് മെക്കാനിക്കലാണ് വരുന്നത്. മെക്കാനിക്കലിൽ ടോട്ടൽ വരുന്നത് 42 വേക്കൻസീസ് മാത്രമാണ് മെക്കാനിക്കൽ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ വന്നിരിക്കുന്നത്
എവിടേക്കാണെന്ന് വെച്ചാൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, വർക്ക്ഷോപ്സ്. ഈ വർക്ക്ഷോപ്സിലൊക്കെയാണ് മൊത്തം 50-ൽ താഴെ വേക്കൻസീസ് മാത്രമാണ് മെക്കാനിക്കലിൽ വന്നിരിക്കുന്നത്. സോ ജെയുടെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിന് അറൗണ്ട് ഒരു 300-നടുത്ത് 300-നടുത്ത് വേക്കൻസീസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടി മാത്രവും 600-നടുത്ത് നമ്മുടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ആൻഡ് അറൗണ്ട് 50-ക്ക് അടുത്ത് നമുക്ക് മെക്കാനിക്കലിനുമാണ് വന്നിരിക്കുന്നത്. സോ ജെഇ മാത്രം 896-ഓളം വേക്കൻസീസ് ആണ് ജെഇ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം സൂപ്രണ്ടന്റ്, ഡിപ്പോ സൂപ്രണ്ട് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കാണ് വന്നിരിക്കുന്നത്. സോ 896 900 വേക്കൻസി മേ ബി എക്സ്റ്റെൻഡ് ആയേക്കാം, എനിക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. സോ ഒരു 900 വേക്കൻസീസ് ആണ് ടെക്നിക്കലായിട്ടുള്ള ജെഇ വിങ്ങിന് വേണ്ടി, ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 900 വേക്കൻസീസ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിൽ 600-ഓളം വരുന്നത് ഈ പറയുന്ന ഏതാണ് സിവിലാണ്, ദെൻ അറൗണ്ട് 50 മെക്കാനിക്കൽ ആൻഡ് റിമൈനിങ് ഇസ് ഗോസ് ടു ഇലക്ട്രിക്കൽ. ഇത്രയും വേക്കൻസീസ് ആണ് നമ്മുടെ ജെഇ എന്ന് പറയുന്ന വേക്കൻസിയിലോട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ആരും ഇത് കണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. വൈ? ബിക്കോസ് 2500-ഓളം വേക്കൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ ജെഇക്ക് മാത്രം 900 വേക്കൻസീസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ഇന്നേ പഠിച്ച് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 6 മാസം 7 മാസം കാലാവധി കൊണ്ട് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയി മാറാനും സാധിക്കും. സോ ഓൾറെഡി നമ്മുടെ RRB ജെഇ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഒക്കെ റണ്ണിങ് ആണ്, ക്ലാസ്സസ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു ലിമിറ്റഡ് ടൈമാണുള്ളൂ, ഒരു 6-7 മാസം മാത്രമാണ് നമുക്ക് നിലവിൽ നമുക്കൊരു ടൈം കിട്ടുക ഈ ഒരു RRB ജെഇക്ക് വേണ്ടി. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയോ ഈ ഒരു RRB ജെഇയെ പറ്റിയോ എന്ത് ഡൗട്ട്സോ എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. വൺസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഈ കോഴ്സിനെ പറ്റിയാണെങ്കിലും ശരി, ഈ ഒരു പോസ്റ്റിനെ പറ്റിയാണെങ്കിലും ശരി, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ മേക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് ആ ഒരു ഷെഡ്യൂളിൽ തന്നെ പോകാൻ നോക്കുക. സ്ട്രിക്റ്റ് ആയിട്ടും സിലബസ് സ്ട്രിക്ട്ലി വേർഡ് ബൈ വേർഡ് കവർ ചെയ്യണം. CBT 1 ആണെങ്കിലും ശരി, CBT 2 ആണെങ്കിലും ശരി, എല്ലാ പോർഷൻസും കവർ ചെയ്ത് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വൺസ് നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞാന്നുണ്ടെങ്കിൽ, ഈ ഒരു സിലബസിൻ്റെ എൻ്റർ ആയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാനും സാധിക്കും. ഫോർ ഒരു ഫ്രഷർ ആണെങ്കിലും 2025 പാസ് ഔട്ട് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ 2024 പാസ് ഔട്ട് ആണെങ്കിലും ശരി, ഇങ്ങനെയുള്ള ഫ്രഷ് കാൻഡിഡേറ്റ്സിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ജോബ് തന്നെയാണ് ഈ പറയുന്ന RRB ജെഇ എന്ന് പറയുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സോ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സോ ഇതിനെപ്പറ്റി എന്ത് സംശയങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഈ ഒരു ജോബിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് വിഷയമാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.